പരിജ്ഞാനത്തിലും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശയും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന്. അതെ, എഫെസ്യ ലേഖനം 1:17-18 വാക്യം വായിച്ചത്. പ്രത്യേകിച്ച് പൊൻകുന്നത്തെ അച്ചാനും അമ്മാവെ പ്രിയ സിബിച്ചാനും വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ മീറ്റിംഗിൽ അല്ലെ, ബുധനാഴ്ച. ക്രിസ്തുയേശുവിലുള്ള സ്നേഹ സ്വാഗതം ഞാൻ ഈ മീറ്റിംഗിലേക്ക് അറിയിക്കുന്നു. ദൈവാനുഗ്രഹിക്കുന്നു. വേഗത്തിൽ പഠനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടിന്റെ പ്രയാസമുണ്ട്, അതുകൊണ്ട് ആ കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് ധ്യാനിക്കാൻ ദൈവം കൃപ തരട്ടെ. എഫെസ്യ ലേഖനത്തെ കുറിച്ച് ഒരു ചെറിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും ഏത് ഭാഗം എടുത്താലും എടുക്കുന്ന ഭാഗത്തെ കുറിച്ച് അതിനെക്കുറിച്ചൊരു ചെറിയ അറിവ് പകർന്നു കൊടുക്കാറുണ്ട്. സ്തോത്രം. നമുക്കറിയാം, ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന ലേഖനമാണ് എഫെസ്യർക്ക് എഴുതിയ സ്തോത്രം. പൗലോസ് ഈ ലേഖനം എഴുതിയത് സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല. സ്തോത്രം. നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ കണ്ടാൽ കൂടുതലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സൊല്യൂഷനായിട്ട്, പരിഹാരമായിട്ട് പൗലോസ് എഴുതിയ ലേഖനങ്ങളാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ലേഖനങ്ങളാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, ഉപദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, പൗലോസ് ഈ ലേഖനം എഴുതിയതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സഭയെ പ്രോത്സാഹിപ്പിക്കാനും സഭയെ ഒന്നുകൂടെ ശക്തീകരിക്കാനുമാണ് ഇത് എഴുതിയത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണമേ. ചരിത്രം പഠിക്കുമ്പോൾ ഏഷ്യ മൈനറിലെ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു എഫെസോസ്. ഒരു വാണിജ്യ കേന്ദ്രം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാര് അവരുടെ നന്മകളെല്ലാം കൊണ്ടുവന്ന് വിറ്റ് സാമ്പത്തികമാകുന്ന ഭദ്രത അവർക്ക് ലഭിക്കുന്ന വലിയൊരു വാണിജ്യ മേഖലയായിരുന്നു എഫെസോസ് എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ ലോക പ്രശസ്തമായ അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുന്ന ഡയാന ദേവിയുടെ ക്ഷേത്രം നിലനിന്നിരുന്ന ദേശമാണ് എഫെസോസ് എന്ന് പറയുന്നത്. ഈ എഫെസോസിൽ ഒരു വർഷം അപ്പോസ്തലനായ പൗലോസ് താമസിച്ച് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുവാനിടയായി. തന്നിലൂടെ വെളിപ്പെട്ട ആധികാരികമായ ദൈവവചനത്തിന്റെ ആഘാതം മൂലം എഫെസോസിൽ വെളിപ്പെട്ടു നിന്ന ആഭിചാര ശക്തികൾ, വിഗ്രഹാരാധനയുടെ ശക്തികൾക്ക് വലിയ ആഴത്തിലുള്ള ആഘാതമേറ്റു. ഒരു വർഷം
തന്നിലൂടെ വെളിപ്പെട്ട ദൈവവചനത്തിന്റെ ശക്തി ആ ദേശത്തിനെ പിടിച്ചു കുലുക്കുവാനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് മുൻപോട്ട് പോയാൽ അത് ശരിയാകത്തില്ല എന്ന് കണ്ട് കുറെ പേർ ചേർന്ന് അതിനെതിരെ ശക്തമായ നിലയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചു. അങ്ങനെയാണ് പൗലോസ് എഫെസോസിൽ നിന്ന് താൽക്കാലികമായി മടങ്ങുന്നത്. പക്ഷേ താൻ മടങ്ങുന്നതിന് മുമ്പ് വിതയ്ക്കേണ്ട വചനം താൻ അവിടെ വിതച്ചു. വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡയാനാ ദേവിയുടെ ക്ഷേത്രത്തിൽ അനേക രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാര് ആ ക്ഷേത്രത്തിനെ വലയം വെച്ച് അവരുടെ വിഷയങ്ങൾ കൈമാറി ഹല്ലേലൂയ വലിയ ആഗ്രഹത്തോടെ പൂജിച്ചും സേവിച്ചും നിൽക്കുന്ന ദേശത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ആ സഭകൾക്കാണ് യോഹന്നാനിലൂടെ വെളിപ്പാടിൽ ദൂതറിയിച്ചു. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇതാണ് അതിന്റെ ഒരു ചെറിയ ചരിത്ര ഭാഗം. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, 1-ാം അധ്യായത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വാക്യം നൽകി തന്നത്. 1-ാം അധ്യായം. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ 3 വ്യക്തിത്വത്തെ പൗലോസ് ഇതിന്റെ അകത്ത് വെളിപ്പെടുത്തുന്നു. ഒന്ന്, പിതാവായ ദൈവത്തെ കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തുന്നു. എന്താ പൗലോസ് പറയുന്നേ? അതിലെ ലോക സ്ഥാപനത്തിനു മുൻപേ അവൻ നമ്മളെ കണ്ടു. രാമൻ അത്ര ഒരു സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വളരെ ലളിതമായി പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യം വചനം ഒന്ന് കേട്ട് പ്രാപിക്കാൻ ദൈവം സഹായിക്കും. ശ്രദ്ധിച്ചേ, ലോക സ്ഥാപനത്തിനു മുൻപേ പിതാവായ ദൈവം നമ്മളെ കണ്ടു. സ്തോത്രം. അയ്യോ, നിങ്ങൾക്ക് സന്തോഷമൊന്നും ഇല്ലേ? നമ്മുടെ ഇരിപ്പൊക്കെ കണ്ടിട്ടുണ്ട്, കാണണ്ടായിരുന്നു എന്ന മട്ടില്ല. സ്തോത്രം. കണ്ടതാ പ്രശ്നമായത്, ആ ഒരു മട്ടില്ല നമ്മൾ ഇരിക്കുന്നത്. സ്തോത്രം. എത്ര നന്ദി പറഞ്ഞാലും മതി വരുമോ? മതി വരുമോ? അനേക സമ്പന്നന്മാരും അനേക ഉന്നമനമുള്ളവരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏഴയാകുന്ന സാധുവാകുന്ന നമ്മളെ ലോകസ്ഥാപനത്തിനു മുമ്പേ സർവശക്തനാകുന്ന ദൈവം കണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായിട്ട് ചിത്രീകരിക്കരുത്, അതൊരു ചെറിയ കാര്യമായിട്ട് ചിന്തിക്കരുത്. അവർക്ക് ലഭിക്കപ്പെടാത്ത വലിയൊരു സന്തോഷമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. സ്തോത്രം. പല രാഷ്ട്രീയക്കാരുടെയും കണ്ണുകൾ ചിലപ്പോൾ നമ്മളെ കണ്ടു കാണത്തില്ല, അല്ലേ? പല ഉന്നതന്മാരുടെ കണ്ണുകൾ നമ്മളെ കാണുന്നില്ല. പക്ഷെങ്കിൽ രാജാതിരാജാവും കർത്താതി കർത്താവും സകലത്തിന്റെയും ഉടയവൻ, സകലത്തെയും ഉണ്ടാക്കിയവൻ, സകലത്തിന്റെയും സൃഷ്ടിതാവായിരിക്കുന്ന സർവശക്തനാകുന്ന ദൈവം നമ്മളെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. നന്ദി പറയണം, നന്ദി പറയണം, നന്ദി, ഹൃദയംഗമായി നന്ദി പറയണം. ആമേൻ. ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നപ്പോൾ വഴിത്തലക്കലിരുന്ന എനിക്കും നിനക്കും അവസരം കിട്ടിയത് ഓർത്ത് നന്ദി പറയണം. രണ്ടാമത് പറയുന്നു, പുത്രനായ ക്രിസ്തു. പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ കണ്ടു. 2, പുത്രനായ ക്രിസ്തു. അവന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. അവന്റെ ജീവൻ തന്ന് നമ്മളെ വീണ്ടെടുത്തു. ആമേൻ. മൂന്നാമതാണ് പരിശുദ്ധാത്മാവാം ദൈവം. അവിടെ പറയുന്നു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാം ദൈവത്തെ കുറിച്ച് പറയുക, അവന്റെ വരവോളം
നമ്മളെ മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? ഹല്ലേലൂയ, സ്തോത്രം. 3 കാര്യം, 1-ാം അധ്യായത്തിൽ തന്നെ 3 കാര്യം പൗലോസ് ആധികാരികമായി മുൻപോട്ട് വെക്കുന്നു. ഒന്ന്, പിതാവായ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ നിന്നെ കണ്ടു. 2, പുത്രനായ ദൈവം തന്റെ വിശുദ്ധ രക്തത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്തു. 3, പരിശുദ്ധാത്മാവാം ദൈവം വീണ്ടെടുപ്പ് നാൾ വരെ നമ്മളെ മുദ്രയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് 3 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ വ്യക്തമായി പഠിക്കുവാൻ സാധിക്കുന്നു. പൗലോസ് എഫേസ്യ സഭയെ സ്നേഹിക്കാൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 2 കാരണം. ഞാൻ എന്റെ ദൂതിലേക്ക് വരാം. പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുവിലുള്ള അവരുടെ അകമഴിഞ്ഞ വിശ്വാസം. ഹലോ, കേട്ടോ? സ്തോത്രം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പോയാൽ പോരാ, കൃത്യമായി പഠിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പൗലോസ് എഫേസ്യ സഭയെ സ്നേഹിക്കാൻ 2 കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരിൽ പൗലോസ് കേട്ട ഒരു കാര്യം, അവര് ക്രിസ്തുയേശുവിൽ അവർ ആഴമേറിയ വിശ്വാസമുള്ളവരായിരുന്നു. ഇന്ന് ജീവിതത്തിൽ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ ഒരാമേൻ പറഞ്ഞാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. 2, അവർ വിശുദ്ധന്മാരോട് വളരെ സ്നേഹമുള്ളവരായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞ വിശ്വാസമുള്ളവരായിരുന്നു, സ്നേഹമുള്ളവർ ആയിരുന്നു. ഇനി അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലം വെച്ച് പഠിച്ചു നോക്കി ഇത് രണ്ടും പറയാം. എന്താ ധൈര്യക്കുറവ്? ധൈര്യമായിട്ട് പറയാം, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അന്ന് പൗലോസ് എഫേസ്യ സഭക്കാരെ, ദൈവമക്കളെ സ്നേഹിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട 2 കാരണമാണ്. ഒന്ന്, അവർക്ക് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. ആമേൻ. 2, വിശുദ്ധന്മാരോടുള്ള അവരുടെ സ്നേഹം. ആമേൻ. വിശ്വാസവും സ്നേഹവും നിറഞ്ഞു നിന്ന ഒരിടം. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ഹല്ലേലൂയ വളരെ വേദനയോടെ പറയാം, ഇത് രണ്ടും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താ നമ്മളായിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഈ അവസരത്തിൽ അല്ലെങ്കിൽ വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെടുത്തി കളയാതെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വിശ്വാസവും സ്നേഹവുമുള്ള സഭയ്ക്ക് വേണ്ടി പൗലോസ് ചെയ്ത 2 കാര്യമുണ്ട്. 2 കാര്യം. ഇതെല്ലാം എഫേസ്യ ലേഖനത്തിലുള്ള കാര്യം കേട്ടോ. വായിപ്പിച്ച് സമയം ഞാൻ കളയാത്തതാണ്. 2 കാര്യമാണ് ചെയ്തത്. ഒന്ന്, ഇടവിടാതെ അവർക്ക് വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യും. ആമേൻ, ആമേൻ. ആർക്ക് വേണ്ടി സ്തോത്രം ചെയ്തേ? വിശ്വാസവും സ്നേഹവും ഉള്ളവർക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം എന്ന് പറഞ്ഞാൽ അത് പവർഫുള്ളാണ്. സ്തോത്രത്തിന്റെ വില അറിയണമെങ്കിൽ TPM-കാരോട് ചോദിക്കണം, അവർക്കറിയാം സ്തോത്രത്തിന്റെ. നമ്മൾ ഓണത്തിന് മാവേലി വരുന്ന പോലെ സ്തോത്രം അവരെപ്പോഴും സ്തോത്രം പറഞ്ഞ ഹല്ലേലൂയ. ഒരു മീറ്റിങ്ങിന് വന്നിരുന്നാൽ സ്തോത്രം പറയുന്ന വിഷയം വല്ലതും ഉണ്ട്, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ മതി. അല്ല, വിഷയം ഉണ്ടെന്ന് പറഞ്ഞ ചിലപ്പോ സ്തോത്രം അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര സ്തോത്രം പറയാറുണ്ട്? ഹല്ലേലൂയ. ഓരോ സ്തോത്രത്തിനും പ്രതിഫലം ഉണ്ടെന്ന് മറക്കരുത്. സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നു.
എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമാണെങ്കിൽ സ്തോത്രം എന്നത് പുതിയ നിയമസഭ കൊടുക്കുന്ന യാഗമാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അതിന് വിലയുണ്ട്. പൗലോസ് എന്ത് ചെയ്തു? ഇടവിടാതെ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്തു. 2, ഇടവിടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹവും വിശ്വാസവും ജീവിതത്തിൽ വാല്യൂ കൊടുത്ത് മുൻപോട്ട് പോയ തന്റെ മക്കൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്യുകയും ഇടവിടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോസ്തലൻ. ആമേൻ. എന്താ പ്രാർത്ഥിച്ചത്? എന്താ പ്രാർത്ഥിച്ചത്? വായിച്ചിട്ടുണ്ടോ? എന്താ പ്രാർത്ഥിച്ചത്? സ്തോത്രം. 1 പൗലോസ് പ്രാർത്ഥിച്ചത്, ഞാൻ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിച്ചത്? 1, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ഇവർക്ക് നൽകണം. എന്താ? ജ്ഞാനത്തിന്റെയും. അപ്പൊ സ്തോത്രം, മുൻപോട്ട് പോകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദൈവീക ജ്ഞാനവും ദൈവീക വെളിപ്പാടും. ഞാൻ തറപ്പിച്ചു ഒരു കാര്യം പറയാം. ദൈവീക ജ്ഞാനവും ദൈവീക വെളിപ്പാടിലും നിൽക്കുന്നവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ചില കാര്യങ്ങൾ വരുമ്പോൾ ജ്ഞാനത്തോടെ അവൻ കൈകാര്യം ചെയ്യും. ഇരുട്ടിന്റെ മറവിൽ വരുന്നത് അവൻ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പാടിൽ കാണും. ഈ രണ്ടും പ്രാപിക്കേണ്ടതിന്, ആ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കാലത്തെ ദൈവാത്മാവേദ ദുരാത്മാവേദാന്ന് അറിയത്തില്ല. സ്തോത്രം. ഞാൻ ദൂതിലേക്ക് വരാം. എങ്കിലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുക. നിങ്ങൾക്കറിയാലോ, എന്റെ പ്രസംഗത്തിൽ ഒരുപാട് ദൂതൊന്നുമില്ല. 2 3 ദൂതേ കാണത്തുള്ളൂ. പക്ഷെ ആ ദൂത് ദൈവം മഹത്വത്തിന്റെ ദൂതായിരിക്കും. അത് പ്രാപിക്കുന്നവർക്ക് അനുഗ്രഹമായിരിക്കും. ഞാൻ ഒരുപാട് ദൂത് പറയുന്ന ആളല്ല വചന പ്രസംഗത്തിൽ. സ്തോത്രം. അതിനുപരി ആ സമയം കൂടെ വചനം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഇന്നത്തെ കാലത്ത് ദൈവാത്മാവേദ ദുരാത്മാവേദാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്, ഞാൻ പറയുന്ന ദൂത് പോലും വിവേചിച്ച് വേണം നിങ്ങൾ ഏറ്റെടുക്കാൻ. ഞാൻ പറയാറുണ്ട്, ഞാൻ പറയുന്ന ദൂത് പോലും നിങ്ങൾ വിവേചിച്ച് വേണം ഏറ്റെടുക്കാൻ. സ്തോത്രം. എന്തെങ്കിലും കുറവ് വെളിപ്പെടുത്തിയിട്ട് വിവേചിച്ചിട്ട് ദൈവാത്മാവിലല്ലാതൊന്നും പറയും. ചിലരങ്ങനെ ഉണ്ട്, കുറവ് പറയുന്നുണ്ടേ, ഇത് ജഡത്തിൽ പറഞ്ഞാണെന്ന തോന്നുന്നത്. അങ്ങനല്ല കേട്ടോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ ആല എന്ന് പറയുന്ന സ്ഥലത്ത് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസം, 20ാമത്തെ ദിവസം പകലും വൈകിട്ട് ഞാൻ പ്രസംഗിച്ച ചർച്ച. അന്ന് പകലത്തെ ദൈവവചന ശുശ്രൂഷ കഴിഞ്ഞ് ആ പകലത്തെ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഒരു അച്ഛനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ദൈവാത്മാവ് സംസാരിച്ചതിന് ശേഷം ആ പാവ മനുഷ്യൻ തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ. കണ്ണുകൾ അടച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അച്ഛാ, ഒരു വസ്തു, ആ വസ്തു ഒരു വീടുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് ദൈവാത്മാവ് കാണിക്കുന്നു. അച്ഛൻ പറഞ്ഞു, പാസ്റ്റേ, ഞങ്ങൾക്ക് വസ്തുവുണ്ട്, വസ്തുവിലൊരു വീടുണ്ട്, പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഷെഡിലാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി അച്ഛൻ? ഒരു പാസ്റ്റർ വന്നു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു,
ഇപ്പൊ ഈ വീട് പൊളിച്ചാൽ 6 മാസം കഴിയുമ്പോൾ പുതിയ വീട് ദൈവാത്മാവ് തരും. എന്താ പ്രവചനം? ഇപ്പോൾ ഈ വീട് പൊളിച്ചാൽ 6 മാസം തീരുന്നതിന് മുമ്പ് ഇതിലും നല്ല വീട്. അവരാദ്യം ഒന്നും പൊളിച്ചില്ല, പിന്നീട് നിരന്തരം അദ്ദേഹം പറഞ്ഞ് ആ വീടിനെ പൊളിപ്പിച്ചു. സ്വന്തം ഷെഡ് കെട്ടി കാത്തിരിക്കുക. 6 മാസം കഴിയുമ്പോൾ പുതിയ വീട് വരും. 3.5 കൊല്ലമായി ഇപ്പോഴും ഷെഡില്ല. ഞാൻ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോ ദൈവാത്മാവ് പറഞ്ഞു, അച്ഛാ, അവിടെ പൈശാചിക മേഖല നിപ്പുണ്ട്, പക്ഷെ ആരും ബന്ധിച്ചതല്ല, പ്രാർത്ഥിക്കാൻ വന്നവൻ വെച്ചിട്ട് പോയത്. എന്തുവാ? പ്രാർത്ഥിക്കാൻ വന്നവനൊരു ഇതിനെ കൊണ്ട് വന്നേ, അവൻ അവിടെ സ്ഥാപിച്ചിട്ടാ മടങ്ങിയിരിക്കുന്നത്. ഞാൻ ആ വിഷയം യേശുവിന്റെ നാമത്തിൽ ആ ചർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ചു. തിരിച്ച് ആ സഹോദരി വീട്ടിൽ ചെന്നിട്ട് കിടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, തല മുട്ടിപ്പുളക്കെ വേദന. രാത്രിയിലെ സെക്ഷനിൽ മീറ്റിംഗ് വന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെട്ടു. ഉച്ചക്കത്തെ ആരാധന കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ അടിത്തറ തമ്പുരാൻ ഇളകി. അവര് വേറിട്ട് ഫാസ്റ്റ് ചെയ്ത് ഉപവസിച്ചിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക. ഞാൻ പറഞ്ഞതിന്റെ സാരം ദൈവാത്മാവേതാ ദുരാത്മാവേതാ എന്ന് അറിയാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പുസ്തകവും പിടിച്ച് യഥാർത്ഥമായി ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ ഒരു വശം കൊള്ളുമ്പോൾ, ഈ പുസ്തകത്തിനെ വെറും വ്യാപാരമാക്കുന്നവരും മറുവശത്തുണ്ടെന്ന് മറക്കരുത് ദൈവമക്കൾ. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുക, ദൈവീക ജ്ഞാനത്തിന്റെയും ദൈവീക വെളിപ്പാടിന്റെയും ആത്മാവിനാൽ എന്റെ മക്കളെ നിറയ്ക്കണം. ഈ അവസരത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയുന്നു, വെള്ളയിട്ടും കറുപ്പിട്ടും വെള്ളയുമിട്ടും കളറിട്ടും നിന്റെ അടുത്ത് വന്നിരിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും കൈക്കീഴെ കൊണ്ടുപോയി നീ തല വെച്ചു കൊടുക്കരുത്. വിവേചിക്കണം. ജഡത്തിലാണോ, ദുരാത്മാവിലാണോ, ദൈവാത്മാവിലാണോ എന്ന് വിവേചിച്ച് ആത്മാവിന്റെ നിയോഗം ലഭിക്കുന്നവരുടെ മുമ്പിൽ മാത്രമേ പ്രാർത്ഥിക്കുവാൻ തലവെക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിന്റെ തലവരയെ മാറ്റുന്ന വിധത്തിൽ പണി മേടിച്ചുകൊണ്ട് വരേണ്ടി വരും. സ്തോത്രം. ഞങ്ങൾ അനേകായിരങ്ങളെ കാണുകയും അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. ചതിക്കുന്നവരെയും ചതിയന്മാരെയും കള്ളന്മാരെയും ഞാൻ അംഗീകരിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നെ അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല. എന്നെ ദൈവം മാത്രം അംഗീകരിച്ചത് ഞാൻ അങ്ങനെ പോകുന്നതാണ്. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ഇവർക്ക് കൊടുക്കണം. രണ്ടാണ് നമ്മൾ വായിച്ച ഭാഗം. അതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. ഞാൻ കയറാൻ പോവാ പ്രസംഗ വിഷയത്തിൽ. ഒന്നെന്തുവാ പ്രാർത്ഥിച്ച? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നൽകണം. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ചിന്ത. 3 കാര്യമാണ് പറയുന്നത്. 3 കാര്യം. ആ 3 കാര്യം ധ്യാനിക്കാൻ പോവാ വേഗത്തിൽ. ഒത്തിരി വിശദീകരണമില്ല, മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി പറഞ്ഞ് ദൂതേറ്റെടുത്ത് ആത്മാവിൽ ആരാധിച്ചു മടങ്ങാം. ശ്രദ്ധിച്ചു കേട്ടെ. ഒന്നാമത്തെ കാര്യം അവന്റെ വിളിയാലുള്ള ആശ. അടിവരയിട്ടോണം ആ ഭാഗം, അടിവരയിട്ടോണം. ഒന്നെന്തുവാ? അവന്റെ വിളിയാലുള്ള ആശ. 2, അവന്റെ മഹിമ ധനം. ആർക്കു വേണ്ടി? വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള അവന്റെ മഹിമ ധനം. 3, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന ഇതാ. ഒന്നാമത്തെ പ്രാർത്ഥന ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ പകരണം. രണ്ടാമത്തെ പ്രാർത്ഥന, 1 അവന്റെ വിളിയാലുള്ള ആശ, അല്ലെങ്കിൽ 2 അവന്റെ മഹിമ ധനം, 3 അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം.
ഇത് മൂന്നും ധ്യാനിച്ചു കഴിയുമ്പോൾ ഒരു ദൈവമഹത്വം ഇതിന്റെ അകത്ത് വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, അവന്റെ വിളിയാലുള്ള ആശ. വിളി, ഇവിടെ പറയുന്ന വിളി മനുഷ്യന്റെ വിളിയല്ല, പിശാചിന്റെ വിളിയും അല്ല. സ്തോത്രം. മനുഷ്യന്റെ വിളിയുമല്ല, പിശാചിന്റെ വിളിയും അല്ല. പിന്നെ ആരുടെ വിളിയാ? ഓ, ആ വിളി കേട്ടവര് ആമേൻ പറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ വിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കോളിങ്ങിനെയാ പറയുന്നത്. ദൈവത്തിന്റെ വിളി. സ്തോത്രം. ആ വിളിയുടെ പൂർത്തീകരണമാണ് ആശ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ വിളിയുടെ പൂർത്തീകരണമാണ് ആശ. സ്തോത്രം. നമുക്കറിയാം, ആശ എന്ന് പറയുന്നത് ആഗ്രഹം എന്നാണ് എന്റെ അർത്ഥം. ആഗ്രഹം. നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഭാഷ പറഞ്ഞ, ഇപ്പൊ നല്ല ചൂട് അല്ലേ? നമ്മൾ ആഗ്രഹമാണ് നല്ലൊരു മഴ. ഒരു മഴ നല്ല ആശ ഉണ്ട്. പക്ഷെ പെയ്യാതിരിക്കാം. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പോലെ ഇന്ന് മഴയ്ക്ക് സാധ്യത ഉണ്ട്, ചിലപ്പോ പെയ്യാതെ ഇരിക്കാം എന്ന് പറയുന്ന പോലെ. സ്തോത്രം. ശ്രദ്ധിച്ചേ, മലയാളം ബൈബിളിൽ ആശ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെങ്കിൽ അതിനെ ഇച്ചിരൂടെ ആഴമായി ഇറങ്ങി പഠിക്കുമ്പോൾ ആശയല്ല, പ്രത്യാശയാണ്. പറഞ്ഞ മനസ്സിലായോ? എന്താ ഇതിന്റെ അർത്ഥം? വിളി ഉള്ള വ്യക്തിയുടെ അകത്ത് നിരാശയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ ശക്തി അതിനെ ഉടയ്ക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ വിളി നിന്റെ മേൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിളിയാലാണ് നീ നിൽക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ വിളി നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും ഉണ്ടെങ്കിൽ, വ്യക്തിപരമായും കുടുംബപരമായും ഉണ്ടെങ്കിൽ, ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, അവരുടെ ഹൃദയത്തെ ഭരിക്കുന്നത് നിരാശയല്ല. അവരുടെ ഹൃദയത്തെ ഭരിക്കുന്നത് പരവേശമല്ല. അവരുടെ ഹൃദയത്തെ ഭരിക്കുന്നത് ഭയപ്പാടല്ല. അവരുടെ ഹൃദയത്തെ ഭരിക്കുന്നത് സങ്കടമല്ല. അവരുടെ ഹൃദയത്തെ ഭരിക്കുന്നത് വിളിക്കപ്പുറം കിടക്കുന്ന പ്രത്യാശയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അത് അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്നുകൂടെ ഞാൻ കയറി പറയാം. നിരാശ വന്നിട്ടും, തകർച്ച വന്നിട്ടും, നിന്ദകൾ വന്നിട്ടും, അപമാനങ്ങൾ വന്നിട്ടും, ഒറ്റപ്പെടലുകൾ വന്നിട്ടും, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, പ്രത്യാശയുടെ കണിക അല്പം പോലും നഷ്ടപ്പെടാതെ നിന്റെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്റെ മേലൊരു ദൈവവിളി കിടപ്പുണ്ടെന്നാ. സ്തോത്രം ചെയ്യുന്നു. വിളിയില്ലാത്തവർ നിരാശ വരുമ്പോ താഴെ പോകും. വിളിയില്ലാത്തവർ നിരാശ വരുമ്പോ പിന്മാറിപ്പോകും. വിളിയില്ലാത്തവർ നിരാശ വരുമ്പോ പുറകോട്ട് പോകും. വിളിയില്ലാത്തവർ നിരാശപ്പെടുമ്പോ ദൈവത്തോട് ചോദ്യം ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ വിളിയുള്ളവർ ഏത് ഘട്ടങ്ങളിലും അവരുടെ പ്രത്യാശ അവരെ കൈവിടാതെ അവരതിന്റെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. പലർക്കും പലരുടെ വിളി അറിയത്തില്ല. വിളിച്ചിട്ടുണ്ടോന്നും അറിയത്തില്ല. നീ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? വിളിയുള്ളോ?
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയട്ടെ, തകർക്കാൻ പലപ്പോഴും പദ്ധതികൾ ഒരുക്കിയില്ലേ? തകർന്നു പോകേണ്ട സ്ഥാനങ്ങളില്ലായിരുന്നു, തകർന്ന് തരിപ്പണമാകേണ്ട നേരമില്ലായിരുന്നു. എന്നാൽ അതിലൂടെ എല്ലാം കേറി ഇറങ്ങിയിട്ടും ഇന്നും ഈ ബൈബിൾ എടുത്തുകൊണ്ട്, ഇന്നും ഈ വിശ്വാസത്തിന് വേണ്ടി നീ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്, നിന്റെ അകത്തൊരു ദൈവ വിളി കിടപ്പുണ്ട്, നിന്റെ കുടുംബത്തിന്റെ മേലൊരു ദൈവ വിളി കിടപ്പുണ്ട്. സ്തോത്രം. ഞാൻ ആ പ്രത്യാശയൊന്ന് പറഞ്ഞിട്ട് ദൂരിലേക്ക് വരാം. സ്തോത്രം. 3 പ്രത്യാശയാ പൗലോസ് പറയുന്ന. ആശ 3. ഒന്ന്, നിത്യജീവൻ. നിത്യജീവൻ. നിന്റെ വിളി ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പാട്ടുകാരൻ പാടുന്ന പോലെ, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ പിരിയാബന്ധമാണീത് യുഗകാലം വരെയും. അല്ലേ? പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വിളിയുള്ളവന്റെ ഒന്നാമത്തെ പ്രത്യാശ, വിളിയുള്ളവന്റെ ഒന്നാമത്തെ ആശ മനസ്സിലാക്കേണ്ടത്, നിനക്കൊരു നിത്യജീവനുണ്ട്. ഒന്നുകൂടെ കയറി പറയാം, മരണത്തിനപ്പുറം, 6 അടി മണ്ണിനപ്പുറം, നിന്നെ അടക്കുന്ന സെല്ലിനപ്പുറം നിനക്ക് വേണ്ടി ഒരു നിത്യജീവന്റെ പ്രത്യാശ ഉണ്ടെന്നാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. 2, പുനരുത്ഥാനം. യദൂദിലേക്ക് വരിക. 2, പുനരുത്ഥാനം എന്ന് വെച്ചാൽ വിളിയുള്ളവൻ ആശ നശിക്കരുത്. മരിച്ചാലും നിന്നെ ഉയർപ്പിക്കുന്ന ഒരു സുദിനമുണ്ട്, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സമയമുണ്ട്, ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്. മാത്രം ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കും. എത്ര പേര് ആമേൻ പറയും? ഇതാ ആശ. 3, അവന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സ്വഭാവമൊക്കെ ഇച്ചിരി കുഴപ്പക്കേടാ, ഇനി പ്രശ്നമാ, അല്ലേ? നിങ്ങളുടെ ആ ഒളിച്ചിരിപ്പ് കാണുമ്പോഴേ അറിയാൻ പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ സ്വഭാവമൊക്കെ ഇച്ചിരി ശരിയാകാനൊക്കെ പറയാം. നമ്മുടെ എല്ലാവരുടെ സ്വഭാവം അത്ര പെർഫെക്റ്റ് ഒന്നും അത്ര. സ്തോത്രം. അല്ലേ? ഹല്ലേലൂയ. ഞാനൊരിടത്ത് പ്രാർത്ഥിക്കാൻ പോയി. ഒരു +2 കഴിഞ്ഞ കുഞ്ഞാൻ തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ. പ്രാർത്ഥിക്കാൻ പോയി. ഇവളുടെ മേൽ ദുരാത്മാവ് വെളിപ്പെട്ടെങ്കിലും ഈ വിഷയം പ്രാർത്ഥിച്ചിട്ട് മാറിപ്പോകുന്നില്ല. നമുക്കറിയാലോ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ പിശാച് കയറി ഒളിക്കും. ഈ വിടവുള്ളിടത്ത ഇടജാതികൾ കയറി. ഓ ഹലോ, ഈ വിടവുള്ളിടത്ത ഇടജാതികൾ കയറിയിരിക്കും. ഇപ്പൊ മൊത്തം പാമ്പ് കടിയ. എവിടെ തിരിഞ്ഞാലും സ്തോത്രം, എവിടെ തിരിഞ്ഞാലും പാമ്പ് കടിയ. പാമ്പ് കടിയേറ്റ് എത്ര പേരാ മരിച്ചത്. അപ്പൊ അവര് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ജനലും വാതിലും ഒന്നും തുറന്ന് ഇടരുത്, ചെറിയ ഗ്യാപ്പ് മതി, തണുപ്പ് തേടി വരുന്നതാണ്. ഇടജന്തുക്കൾ ചെറിയ ഗ്യാപ്പ് ഉള്ളിടത്ത് കയറിയിരിക്കും. പിശാചിന് ചെറിയൊരു ഇടം കൊടുത്താൽ മതി, അവിടെ ഇരിക്കും, അവൻ പോത്തില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ. പ്രാർത്ഥിച്ചു, മാറുന്നില്ല. എനിക്ക് വിഷമമായി. കർത്താവേ, ഇത്രയും വിഷയം വെളിപ്പെട്ടു, പക്ഷെ ഇത് പോകുന്നില്ലല്ലോ, എന്താണ് കാരണം? പ്രാർത്ഥിച്ചു 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 വന്നപ്പം ദൈവം ഒരു വിഷയം വെളിപ്പെടുത്തി. അന്ന് പകല് ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക്.
ഭയങ്കര മഴ. ഏതാ പ്രാർത്ഥന വെച്ച അന്ന് പകല്. സ്വന്തം ഞാൻ ചെന്നപ്പോ ഇവരെ പോലെ സ്നേഹമുള്ള ഭാര്യ ഭർത്താവും വേറെ ഇല്ല. ഞാൻ ചെന്ന് കണ്ടപ്പോ ഇവരെ എന്നെ സ്വീകരിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നതും ഇവര് തമ്മിലുള്ള സ്നേഹവും ഇവരുടെ പ്രാർത്ഥനയുടെ ഒരുക്കവും കാര്യങ്ങളും രീതികളും ഒക്കെ കണ്ടപ്പം ഒരിക്കലും ഇവര് തമ്മിലൊരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ദൈവം വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞു, അച്ഛാ അമ്മാമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മാമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛാ പറഞ്ഞു, ഒന്നുമില്ല, ഞാനും അവളും തമ്മിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ ഞാൻ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മയ്ക്ക് അച്ഛനോട് എന്തേലും എന്നെ ശ്രദ്ധിച്ചിരുന്നേ, അച്ഛനോട് എന്തേലും പ്രയാസമുണ്ടോ? ഉടനെ അമ്മാമ്മ, ഒന്നുമില്ല പാസ്സായി, ഒരു വിഷയമില്ല. അപ്പൊ ദൈവം വെളിപ്പെടുത്തിയ വിഷയം ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തേലും പ്രയാസമുണ്ടോ, അമ്മാമ്മയ്ക്ക് എന്തേലും പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പ്രയാസമില്ല. ഉടനെ വെളിപ്പെട്ട് നിന്ന മകളിൽ നിന്ന് പിശാച് വന്ന് രാവിലെ അടിയായിരുന്നു. രാവിലെ രണ്ടുപേരും കൂടെ, നീ കള്ളം പറയല്ലേ എന്നൊറ്റ ചോദ്യം. നീ ദൈവദാസന്റെ മുമ്പിൽ കള്ളം പറയുമല്ലേടി എന്നൊറ്റ ചോദ്യം. അപ്പൊ സത്യത്തിൽ മറച്ചതാരാ? ദൈവവും അല്ല, പിശാചുമല്ല, മനുഷ്യനെ മറച്ചു. മനുഷ്യനെ കള്ളം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം ഒന്നും പെർഫെക്റ്റ് അല്ല. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വഭാവമുള്ള ആരും ഇല്ല. പ്രസംഗിക്കുന്ന ഞാനും പ്രസംഗം കേൾക്കുന്ന നിങ്ങളും നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ആശയം പ്രത്യാശ എന്താണെന്നറിയാമോ? നാളെ ക്രിസ്തുവിനോട് നമ്മൾ അനുരൂപമാകുമ്പോൾ അവന്റെ പൂർണ്ണ സ്വഭാവം നമ്മളിലേക്ക് വെളിപ്പെട്ടു വരും. അല്ലെങ്കിൽ നമ്മുടെ ജഡികമാകുന്ന ഒരു സ്വഭാവവും നമ്മൾ കാണുന്നില്ല. സന്തോഷമുള്ള എത്ര പേരുണ്ട്? ഇന്നത്തെ മുഖം വീർപ്പിക്കലും ഇന്നത്തെ സംസാരവും ഇന്നത്തെ നോട്ടോ ഇന്നത്തെ പെരുമാറ്റവും എല്ലാം അന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. അപ്പൊ 1 നിത്യജീവൻ, 2 പുനരുത്ഥാനം, 3 ക്രിസ്തുവിന്റെ സ്വഭാവം. ഈ 3 ആശ വിളിയുള്ളവന്റെ മേലുണ്ട്. ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടേ, ഹല്ലേലൂയ, സ്തോത്രം. ആ വിളിയുള്ളവന്റെ പ്രത്യാശയെ ഇല്ലാതാക്കാൻ പിശാച് ശ്രമിക്കും. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വിളിയുള്ളവന്റെ പ്രത്യാശയെ, വിളിയുള്ളവന്റെ ധൈര്യത്തെ, വിളിയുള്ളവന്റെ ആത്മീയതയെ, വിളിയുള്ളവന്റെ സ്നേഹബന്ധത്തെ തകർത്തുകളയാ പിശാച് ശ്രമിക്കും. എന്നാൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇന്ന് പകൽ സംസാരിക്കുവാൻ ഇടയായി തീർന്നു. വിളിയുള്ള നിനക്കെതിരെയാ പോരാട്ടം. വിളിയുള്ള നിന്റെ കുടുംബത്തിനെതിരെയാ പോരാട്ടം. എന്നാൽ ഇന്ന് മകൻ സർവശക്തനാകുന്ന ദൈവം ഇന്ന് വിളിയുള്ള പരാജയപ്പെട്ടു പോകാൻ, വിളിയുള്ള നീ തകർന്നു പോകാൻ, വിളിയുള്ള നീ നശിച്ചു പോകാൻ, വിളിയുള്ള നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെ നടുവിൽ തന്നെ വിളിയുള്ള നിന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കാര്യം ഇന്ന് പകലിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്നുണ്ടെന്ന് ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറഞ്ഞാൽ അതേ സ്വീകരിച്ചതിനെ പ്രാപിക്കുന്ന അവരാത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. വിളിയുള്ളവന്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ മേൽ വിളിയുണ്ടെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ മേൽ വിളിയുണ്ടെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം നിന്നെ വിളിച്ചത് ഉദ്ദേശമില്ലാഞ്ഞിട്ടല്ല, പർപ്പസില്ലാഞ്ഞിട്ടല്ല, ഒരു പ്ലാനില്ലാഞ്ഞിട്ടല്ല. വിളിയുള്ളതിന്റെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളോടുള്ള ദൈവശബ്ദമാണ്.
ഇത് നിങ്ങളോടുള്ള ദൂതാണ്. ഗൂഢരവനക സ്കന്ധരാജന അർത്ഥപ്രവചകമനഘടകതല. ആ ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. എന്നോട് ദൈവം ഇടപെട്ടു. വിളിയുള്ള നീ, വിളിയുള്ള നീ പിശാചിന്റെ കയ്യിലെ അമ്മാനമല്ല. വിളിയുള്ള നീ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടമല്ല. വിളിയുള്ള നീ മറ്റുള്ളവർക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല. ഇന്നുമല്ല ദൈവം വിളിയുള്ള നിന്റെ മേൽ, വിളിയുള്ള നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന് പർപ്പസുണ്ട്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എന്നോട് ദൈവം ഇടപെടുക. വിളിയുള്ള വ്യക്തിയെ തകർക്കാൻ, വിളിയുള്ള നിന്റെ തലമുറയെ തകർക്കാൻ, വിളിയുള്ള നിന്റെ കുടുംബത്തെ തകർക്കാൻ, വിളിയുള്ള നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ, വിളിയുള്ള നിന്റെ ആരോഗ്യത്തെ തകർക്കാൻ, വിളിയുള്ള നിന്റെ സ്നേഹബന്ധത്തെ തകർക്കാൻ വെല്ലുവിളിച്ച് കയറുന്ന പൈശാചിക മണ്ഡലങ്ങൾ, ആഭിചാര മണ്ഡലങ്ങൾ, പുരാത്മ മണ്ഡലങ്ങൾ, മാനുഷിക ശക്തികൾ, ശക്തികൾ ഇന്ന് പകല് നിന്റെ വിളിയുണ്ടെങ്കിൽ നിന്റെ മേലൊരു പർപ്പസ് ഉണ്ട്, നിന്റെ മേലൊരു പ്ലാനുണ്ട്. അത് പിശാചിനെ ചമച്ചതല്ല, അത് മനുഷ്യൻ വരച്ചതല്ല, അത് ദൈവത്തിൻ്റെതാണ്. പ്രാർത്ഥിച്ചേ. ആമേൻ. ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഇടപെടുന്നു. വിളിയുള്ളവൻ ഏത് പ്രതിസന്ധിയെ അതിജീവിക്കും. വിളിയുള്ളവർ ഏത് പ്രതികൂലത്തിൽ ജയിക്കും. വിളിയുള്ളവർ ഏത് പ്രതിബന്ധനങ്ങളെയും കടന്നുപോകും. വിളിയുള്ളവരെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ഇനി വിളിയുള്ളവനെ തകർക്കാൻ പറ്റത്തില്ല. വിളിയുള്ളവനെ ഒതുക്കിക്കളയാൻ കഴിയത്തില്ല. എന്നോട് ദൈവം ഇടപെടുന്നു. നിന്റെ മേലും നിന്റെ കുഞ്ഞുങ്ങളുടെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും ദൈവത്തിന്റെ വിളിയുണ്ടെന്ന് ഓർമ്മയുള്ളവർ, ഓർമ്മയുള്ളവർ ആത്മാവിലേക്കെടുക്കുക. വിളിയുള്ള നിനക്കെതിരെ, വിളിയുള്ള നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഇന്ന് കാലത്തിൽ ദൈവം അഴിക്കുമെന്ന് ആത്മാവിന്റെ ദൂത് ഭാവിക്കട്ടെ, ഭാവിക്കട്ടെ. ആ വിടുതൽ സ്വീകരിക്കുക, ആ വിടുതൽ സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുക. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ അടുത്ത 2 ഭാഗം കൂടെ തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വില മനസ്സിലാവും, നിങ്ങൾക്ക് ഇതിന്റെ മഹത്വം മനസ്സിലാവും. നിങ്ങൾ ഒരു കാര്യം ഓർത്തിരുന്നോ, ഞാനും നീയും വിളിയുള്ളതാ. ഓ കൃപ, കൃപ. ഉദാഹരണങ്ങൾ എടുത്തു പറയാൻ വിശുദ്ധ ബൈബിളിൽ ഒരുപാടുണ്ട്. പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് പറയാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ അടുത്ത 2 കാര്യം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് വിളിയുടെ വില മനസ്സിലാകും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, വിളിയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച്, ആ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്, ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. സ്തോത്രം. വെറുതെ അല്ല ദൈവം വിളിച്ചത്, വെറുതെ അല്ല ദൈവം വിളിച്ചത്, വെറുതെ അല്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവപ്രവൃത്തി തടയരുത്, ദൈവപ്രവൃത്തി തടയരുത്. ഉടകമന വേദികൾ ഇത്രയും ദൂരം സമയം മാറ്റിവെച്ച് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ എല്ലാവരും സംബന്ധിക്കുമ്പോൾ ആ ദൈവപ്രവൃത്തി പ്രാപിക്കാതെ മടങ്ങരുത്. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ, മറക്കരുത്. അല്ലെങ്കിൽ ഇന്ന് പകൽ പ്രാപിക്കേണ്ടതിനെ പ്രാപിച്ചേ മടങ്ങാവുള്ളൂ. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിച്ചേ, വിളിയുള്ളത് പരാജയപ്പെടില്ല, വിളിയുള്ളവര് തകരത്തില്ല, വിളിയുള്ളവരെ നശിപ്പിക്കാൻ കഴിയത്തില്ല. വിളിയുടെ വാല്യൂ. അടുത്ത 2 ഭാഗം വേഗത്തിൽ. 2ാമത് പൗലോസ് പറയുന്ന അവന്റെ മഹിമാധനം നിങ്ങൾ അറിയണം.
ഒന്നെന്തോ അറിയണ്ടേ? വിളിയുടെ ആശ. ആശ എന്ന് പറഞ്ഞാൽ പ്രത്യാശ. അത് 3 കാര്യങ്ങളാണ് പറഞ്ഞു. സ്തോത്രം. അപ്പോ മരണത്തിനപ്പുറം സ്തോത്രം അല്ലെങ്കിൽ ഒരു ജീവിതം ഉണ്ട്. സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്ന സമയം യേശുവിന്റെ മഹത്വമുള്ള ശരീരം പോലെ യേശുവിന്റെ സ്വഭാവത്തിൽ ആശ, പ്രത്യാശ ചെറുതല്ല, വലുതാ. പക്ഷേ വിളിയുള്ളവരുടെ മേലായി നിൽക്കുന്നത്. അതുവഴി ഇതുവഴി നടക്കുന്നേ പോകുന്നവന്റെ മേലല്ല, വിളിയുള്ളവന്റെ മേൽ, തെരഞ്ഞെടുത്തവന്റെ മേൽ. ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ. അവരോട് പൗലോസ് രണ്ടാമത് പറയാം, അവന്റെ മഹിമാധനം. എന്താ ധനം? ധനം എന്താ അർത്ഥമാക്കുന്നത്? സ്തോത്രം. ഈ മഹിമ ധനം എന്ന് പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ അവകാശത്തെയാ കാണിക്കുന്നത്. എന്തോ കാണിക്കുന്നത്? ദൈവത്തിന്റെ അവകാശത്തെ. സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ അവകാശത്തെയാ കാണിക്കുന്നത്. എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. അവന്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ അവന്റെ അവകാശം ഇന്നതെന്ന് തിരിച്ചറിയണം. അവന്റെ അവകാശം ഇന്നതെന്ന് തിരിച്ചറിയണം. അപ്പോൾ ഇവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ സ്വർഗീയമാകുന്ന അനുഗ്രഹങ്ങളുടെ സ്രോതസ്സുകളാണ് അവകാശം, അല്ലെങ്കിൽ മഹിമ ധനം. എന്തായിരുന്നു ചിന്ത? സ്വർഗീയ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സാണ് മഹിമാധനം, അല്ലെങ്കിൽ അവകാശം. യേശുവിന്റെ നാമത്തിൽ ഇവിടെയാണ് വിളിയുള്ളവന്റെ പ്രാധാന്യം. വിളിയുള്ളവന്റെ പ്രാധാന്യം. ദൈവം പറഞ്ഞ എന്തുവാ? സർവ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച, ഉണ്ടാകട്ടെ എന്ന് താൻ പറഞ്ഞപ്പോൾ ഉണ്ടായ, നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന അതിമനോഹരമായ ഈ ഭൂമിയെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടിതാവായ വാഴ്ത്തപ്പെട്ടവനാകുന്ന നമ്മുടെ ദൈവം. എഫേസ്യയിലെ സഭയിലുള്ള ദൈവമക്കളെ, നിങ്ങൾ തിരിച്ചറിയണം, സ്വർഗീയ അനുഗ്രഹങ്ങളല്ല അവന്റെ മഹിമാധനം. അവൻ സൃഷ്ടിച്ച പ്രപഞ്ചമല്ല, കണ്ണിന് കുളിർമയേകുന്ന ഈ പ്രപഞ്ചങ്ങളല്ല അവന്റെ മഹിമാധനം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പൗലോസ് പറയുക, വിളിയുള്ള നീ മനസ്സിലാക്കണം, സർവശക്തനാകുന്ന ദൈവത്തിന്റെ ഏറ്റവും മഹിമാധനം എന്ന് പറയുന്നത്, അവന്റെ അവകാശം എന്ന് പറയുന്നത് സ്വർഗീയ അനുഗ്രഹങ്ങളല്ല, ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടികളുമല്ല, മറിച്ച് നീയാണ്. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? അവന്റെ മഹിമാധനം എന്ന് പറയുന്നത്, അവന്റെ ദിവ്യ സമ്പത്ത് എന്ന് പറയുന്നത്, അവന്റെ അവകാശം എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഞാനും നീയുമാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഓ, എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? നമ്മളെ പുറകോട്ടൊന്ന് പഠിച്ചേ. അവന്റെ സമ്പത്തായിരിക്കാൻ, അവന്റെ അവകാശമായിരിക്കാൻ എന്ത് യോഗ്യതയാ നമുക്കുള്ളത്? എന്ത് യോഗ്യതയാ നമുക്കുള്ളത്? ചേറ്റിക്കിടന്ന നമ്മളെ, കുപ്പയിൽ കിടന്ന നമ്മളെ, ഒന്നിനും കൊള്ളാത്ത നമ്മളെ അവന്റെ അവകാശികളാക്കി മാറ്റി, അവന്റെ സമ്പത്താക്കി മാറ്റി, അവന്റെ മഹിമാധനമാക്കി മാറ്റി. എന്താ കാരണം എന്നറിയാമോ? ഭാവിയും ദോഷിയുമായിരുന്ന നമ്മളെ പിതാവായ ദൈവം നോക്കിയത് കയറക്കല്ല. സ്തോത്രം, സ്തോത്രം. നേരിട്ടല്ല ദൈവം നമ്മളെ നോക്കിയത്, മറിച്ച് അവൻ ക്രിസ്തുവിലൂടെയാണ് നമ്മളെ നോക്കിയത്. എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്?
വചനം വെറുതെ വായിച്ചു വിട്ട പോരാ, വചനത്തെ ഖണ്ഡിക്കണം, വചനത്തെ വ്യാഖ്യാനിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ തിരിച്ചറിയണം. നമ്മുടെ ഡയറക്റ്റ് ദൈവം നോക്കിയിരുന്നെങ്കിൽ നമ്മൾ കുറവുള്ളവരാണ്, നമ്മൾ ഭാവികളാണ്, നമ്മൾ ദോഷികളാണ്. അവന്റെ മഹിമാതനത്തിനും അവന്റെ അവകാശത്തിനും അവന്റെ സമ്പത്തിനും നമ്മൾ ഒരിക്കലും അർഹരല്ല. പക്ഷെ പിതാവായ ദൈവം നോക്കിയത് അവന്റെ പുത്രനിലൂടെയാണ് നമ്മളെ നോക്കിയത്. അവന്റെ പുത്രനിലൂടെയാണ് നമ്മളെ നോക്കിയത്. പുത്രനിലൂടെ പിതാവായ ദൈവം നോക്കിയപ്പോൾ പിതാവായ ദൈവം കണ്ടത് വലിയൊരു സമ്പത്തിനെയാണ്. പിതാവായ ദൈവം കണ്ടത് വലിയൊരു സമ്പത്തിനെയാണ്. ആ സമ്പത്താണ് ഈ പ്രാർത്ഥനയിൽ ഈ ചെറിയ കൂരക്കകത്തിരുന്ന് ദൈവത്തെ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവത്തെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചമല്ല അവന്റെ ഫലം, അവന്റെ സ്വർഗീയ അനുഗ്രഹങ്ങളല്ല അവന്റെ ഫലം. അവന്റെ ഫലം പ്രാർത്ഥിക്കുന്ന നീയാണ്, വിളിയുള്ള നീയാണ്, ആരാധിക്കുന്ന നീയാണ്, സ്തുതിക്കുന്ന നീയാണ്. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? ഞാൻ ദൂരിലേക്ക് വരാം. ഇന്ന് മകൻ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഇന്ന് മകൻ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ഇന്ന് കാണിക്കുന്ന നന്മകളൊക്കെ അനുഭവിക്കാൻ എന്ത് യോഗ്യതയുള്ളേ? ഈ രീതിയിൽ മുൻപോട്ട് പോകാൻ എന്ത് യോഗ്യതയുള്ളേ? ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. അവന്റെ മഹിമാധനം നീയാണ്, അവന്റെ അവകാശം നീയാണ്, അവന്റെ സമ്പത്ത് നീയാണ്. അങ്ങനെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് മനുഷ്യർ വിധി എഴുതിയ വിളിയുള്ള നീയാണ് അവന്റെ സമ്പത്ത്, അവന്റെ അവകാശം. വിശ്വസിക്കുന്നവർ നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ പറയാനൊരു പാരമ്പര്യമില്ലെങ്കിലും, പറയാൻ ഒന്നും തന്നെ ഇല്ലെങ്കിലും, അവന്റെ സമ്പത്തായി നീ മാറിയതിന്റെ കാര്യം, അവന്റെ മഹിമാധനമായി നീ മാറിയതിന്റെ കാര്യം, നിന്റെ മേൽ അവന്റെ ഒരു വിളി കിടപ്പുണ്ട്. വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ, വലിയ സ്വത്ത് സമ്പാദ്യങ്ങളുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് ഒരിക്കൽ ഒരാൾ ഇന്റർവ്യൂ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത് ഏതാ? നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം ഏതാ? അദ്ദേഹം പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം, എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്റെ കുഞ്ഞുങ്ങളാണ്, എന്റെ മക്കളാണ്. എത്ര രാമൻ പറയും? ഹല്ലേലൂയ. സ്വത്തും സമ്പാദ്യം കൊണ്ട് കോടീശ്വരനായ ഒരു മനുഷ്യനോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്തുവാ? ഏത് ബിസിനസ്സിലാ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉയർച്ച? എവിടാ നിങ്ങളുടെ സമ്പാദ്യം? എന്താ നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന സമ്പദ് വ്യവസ്ഥ? എന്താ നിങ്ങളുടെ ഹൃദയത്തിലെ സമ്പാദ്യം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ് നിരത്തി വെച്ചതൊന്നുമല്ല എന്റെ സമ്പാദ്യം. എന്റെ സമ്പത്ത്, എന്റെ അവകാശം എന്റെ കുഞ്ഞുങ്ങളാ, എന്റെ തലമുറകളാ, എന്റെ മക്കളാ. അവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഏത്. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ ദൈവം എന്നോട് ഇടപെട്ട ദൂത് പറയാ, ആർക്കും നിന്നെ വിലയില്ലെങ്കിലും ദൈവത്തിന് നിന്നെ വിലയുണ്ട്. എത്ര പേര് ആ ദൂതിനെ ഏറ്റെടുക്കും? എത്ര പേര് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും? സ്വത്രം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? തനിച്ചായി പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ആർക്കും വിലയില്ലാത്തതിനെ ദൈവത്തിന് വിലയുണ്ട്. സ്തോത്രം. കാര്യം ഇന്ന് പകൽ തിരിച്ചറിയണം, നീ ദൈവത്തിന്റെ സമ്പാദ്യമാണ്, നീ ദൈവത്തിന്റെ സ്വത്താണ്, നീ ദൈവത്തിന്റെ അവകാശമാണ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ക്രൈസ്തവരോട് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. നീ ഒരു മനുഷ്യന്റെ സ്വത്തും സമ്പാദ്യമല്ല, നീ പിശാചിന്റെ സ്വത്തും സമ്പാദ്യമല്ല, നീ ദൈവത്തിന്റെ മഹിമാധനമാണ്, നീ ദൈവത്തിന്റെ അവകാശിയാണെന്ന് ഇന്നു പകൽ തിരിച്ചറിയുവാൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം എന്നോട് ഇടപെട്ട ദൂത്, ആർക്കും വിലയില്ലെങ്കിലും ദൈവത്തിന് വിലയുണ്ട്. ആർക്കും വിലയില്ലെങ്കിലും ദൈവത്തിന് വിലയുണ്ട്. ഇതിലിരിക്കുന്ന പലർക്കും
തിത്വാനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഹുഡഗമന ഹന്തരാജന. യേശുവിന്റെ നാമത്തിൽ സൂമിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഈ മീറ്റിംഗ് സംബന്ധിക്കുന്നവരുണ്ട്. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ആർക്കും നിന്നെ വിലയില്ലെങ്കിലും നീ തന്നെ നിന്നോട് പറയണം, ഞാൻ എന്റെ ദൈവത്തിന്റെ സ്വത്താണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ ധനമാണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ അവകാശമാണ്. ആർക്കും വിലയില്ലെങ്കിലും ദൈവത്തിന് നിന്നെയും നിന്റെ കുടുംബത്തെയും വിലയുണ്ട്. ദൈവവൈതലെ വിശ്വസിക്കുന്നവർ മാത്രം ഒരാമേൻ പറഞ്ഞാട്ടെ. അപ്പൊ മനസ്സിലായോ? അവന്റെ ധനമാണ്. 3, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ ഈ ഭാഗം പഠിക്കുമ്പോ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതിനെ 4 ഗ്രീക്ക് പദത്തിലൂടെയാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചു പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. 4 ശക്തിയുടെ അളവറ്റ വലിപ്പം. സ്തോത്രം. 4 ഗ്രീക്ക് വേണം. ഒന്നാമത്തത് ഡൈനാമിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഡുനാമിസ്. ഡുനാമിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേണം. ഡുനാമിസിൽ നിന്നാണ് ഡൈനാമോ എന്ന പദമുണ്ടായത്. സ്തോത്രം. ഗ്രീക്കിൽ അതിനെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണ്, ശക്തിയെ. സ്തോത്രം. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ചലനാത്മകമായ ഊർജസ്വലമായ ശക്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്തുവാ? ചലനാത്മകമായ ഊർജസ്വലമുള്ള ശക്തി. സ്തോത്രം. പൗലോസ് പറയാ, അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ അറിയണം. ഈ ശക്തി അകത്തുള്ളവൻ ഉറങ്ങി തൂങ്ങിയിരിക്കുന്നില്ല. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഉറങ്ങി തൂങ്ങിയിരിക്കുന്നുണ്ടെ വിചാരിച്ചോണ്ട് ഈ ശക്തി അകത്ത് സ്തോത്രം ചെയ്യുക. സ്തോത്രം ചെയ്യുക. ചിലരൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടെത്തില്ലേ, ഇരിക്കുന്നേം കാണാം, ഉറങ്ങുന്നേം കാണാം. ഹല്ലേലൂയ. കൈ പൊക്കാൻ പറയുമ്പോ ഇവർ എഴുന്നേക്കും. എന്നെ ഉറക്കമാണ്, കൈ പൊക്കാനാ പറഞ്ഞത്, പക്ഷെ ഇവര് ചാടി എഴുന്നേക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ശക്തി അകത്തുണ്ടെങ്കിൽ ഈ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ അനുഭവിച്ചാൽ ഉറക്കം തൂങ്ങിയിരിക്കത്തില്ല. അവർ ചലിച്ചുകൊണ്ടിരിക്കും, അവർ ഊർജസ്വലരായിരിക്കും. സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവാം. രണ്ടാമത്തെ വാക്ക എനർജിയ. എനർജിയ, അതിൽ നിന്നാണ് എനർജി എന്ന വാക്കുണ്ട്. സ്തോത്രം. പ്രവർത്തനക്ഷമമായ ശക്തി എന്ന് പറഞ്ഞാൽ എനർജി നമുക്കറിയാലോ. ക്ഷീണം വരുമ്പോ, ഹല്ലേലൂയ സ്തോത്രം, ഈ ഓടുന്ന പിള്ളേരെ കാണത്തില്ലേ, ഓടുന്ന ഏതാ മത്സരങ്ങൾക്ക് വേണ്ടി പണ്ട് ഞങ്ങൾ ഓടാൻ പോകുമ്പോ, മത്സരം ഓടാൻ പോകുമ്പോ ടീച്ചർമാര് ഗ്ലൂക്കോസിന്റെ പൊടി മേടിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ഞങ്ങൾ ഓടുന്നതിന് മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്യും? അത് തരും. ഓടിക്കഴിഞ്ഞ് വന്നാൽ അത് തരും. സ്തോത്രം. എന്തിനാണെന്നറിയാവോ? നല്ല എനർജിയിൽ നിൽക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? പൗലോസ് പറഞ്ഞ അളവറ്റ ശക്തിയുടെ വലുപ്പത്തിലേക്ക് നിങ്ങൾ വരണം. അങ്ങനെ വന്നാൽ നീ ക്ഷീണിക്കത്തില്ല. ചുട്ടു പൊള്ളുന്ന വെയിലിൽ ഇരുന്ന് നീ പ്രാർത്ഥിക്കേണ്ടി വന്നാലും നീ ക്ഷീണിക്കത്തില്ല. സ്തോത്രം. നിന്നെ എനർജി തരുന്ന, അല്ലെങ്കിൽ നിനക്ക് പവർ തരുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. നീ ക്ഷീണിച്ചു പോകത്തില്ലെന്ന പൗലോസ് പറയുന്നത്. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിലേക്ക് നീ വരണം. 3 ക്രാറ്റോസ് എന്നാണ്. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ ഭരണപരമായ ശക്തി. ഭരണപരമായ ശക്തി. ഹല്ലേലൂയ.
അതിന്റെ അർത്ഥം നാളെ ഫലിക്കാൻ പോകും എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം മറ്റെന്തിനേക്കാളും മുകളിൽ നിൽക്കുന്ന ശക്തി. ആമേൻ, ആമേൻ. നിയന്ത്രിക്കാൻ കഴിവുള്ള ശക്തി എന്ന ആ വാക്കിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് അളവറ്റ ദൈവശക്തിയെ കുറിച്ചാണ്. ക്രാറ്റോസ് ഭരണപരമായ ശക്തിയാണ് എന്ന് പറഞ്ഞാൽ സകലത്തിന്റെയും മുകളിൽ നിൽക്കുന്ന ശക്തി. ഓ സ്വത്രം, ഇത് പ്രാപിച്ചവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇത് പ്രാപിച്ചവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? നിന്റെ അകത്തു വ്യാപരിക്കുന്ന അളവറ്റ ദൈവശക്തി, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ അത്യന്ത ശക്തി. ആ ശക്തി എന്ന് പറയുന്നത് സകലത്തിന്റെയും മുകളിൽ നിൽക്കുന്ന, സകലത്തെയും നിയന്ത്രിക്കുന്ന ശക്തി. സ്തോത്രം. അവസാനം പറയുന്നത് ഇസ്റ്റുസ് എന്നാണ്. ഗ്രീക്ക് വേർഡ് ഇസ്റ്റുസ് എന്ന് പറഞ്ഞാൽ കൈവശമുള്ള ബലം. കൈവശമുള്ള ബലം. ഇത് ശരീര കരുത്തിനെ തരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തി. ഒരാമൻ എത്ര പേര് പറയും? ഒരാമൻ എത്ര പേര് പറയും? പൗലോസ് പറഞ്ഞു വെച്ചത് എന്താ? നിങ്ങൾ ശക്തിയുടെ അളവറ്റ വലുപ്പത്തിലേക്ക് വരണം. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഊർജസ്വലരായി, ചലനാത്മകമായി നിങ്ങൾ ശക്തിയോടെ എഴുന്നേൽക്കണം. ആമേൻ, ആമേൻ. നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നിടത്ത് ഈ ശക്തി നിങ്ങൾക്ക് എനർജി തരും. ഓ കൃപ, കൃപ. നിങ്ങൾക്ക് മുകളിൽ ഏതൊക്കെ ശക്തികൾ എഴുന്നേറ്റ് വന്നാലും അതിന്റെ മുകളിൽ കയറി നിയന്ത്രിക്കാൻ നീ പ്രാപിച്ച ശക്തിക്ക് കഴിയും. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത, ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത, ഒരു ശക്തിക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ഒരളവറ്റ ശക്തിയുടെ വലിപ്പം നിന്റെ അകത്തുണ്ട്. നീ അതിനെ തിരിച്ചറിയണം, നീ അതിനെ പ്രാപിക്കണമെന്നാണ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് മൂന്നാമത്തെ പദത്തിൽ നിന്നുകൊണ്ട് ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ വിളിയുള്ളവൻ തിരിച്ചറിയണം, നീ ദൈവത്തിന്റെ ധനമാണ്, നീ ദൈവത്തിന്റെ അവകാശമാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. ദൈവത്തിന്റെ അവകാശമാണെങ്കിൽ, ദൈവത്തിന്റെ ധനമാണെങ്കിൽ, ദൈവത്തിന്റെ സ്വത്താണെങ്കിൽ, ദൈവത്തിന്റെ സമ്പത്താണെങ്കിൽ ആത്മാവിനോട് ഇടപെടുക. അവരുടെ മേൽ അളവറ്റ ദൈവശക്തിയുടെ വലിപ്പം അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇടവകനിൽ ആത്മാവ് ഇടപെടുന്നു. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇതിന്റെ അകത്ത് അളവറ്റ ദൈവശക്തി വ്യാപരിക്കും ഇന്ന് പകലിൽ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇതിന്റെ അകത്ത് അളവറ്റ ദൈവശക്തി വ്യാപരിക്കും. ഞാനിത് ധ്യാനിച്ചപ്പോ എന്റെ മേൽ വ്യാപരിച്ചു. ഞാനത് അനുഭവിച്ച ഇവിടെ നിൽക്കുന്നേ. ഇന്ന് പകലിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. അളവറ്റ ദൈവശക്തിയുടെ വലിപ്പം നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. നിങ്ങളെ ചലിപ്പിക്കുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന, നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവശക്തി, നിങ്ങളുടെ ക്ഷീണങ്ങളെ മാറ്റുന്ന ദൈവശക്തി, സകല ശക്തിക്കും മുകളിൽ അതിനെ നിയന്ത്രിക്കുവാൻ കരുത്തുള്ള ദൈവശക്തി, ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത ദൈവശക്തി. ഇത്രയും വലിയൊരു ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ലാതെ മറ്റൊരു ശക്തിയുമില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആ ശക്തി ഇതിനകത്ത് ഇറങ്ങും. ആ ശക്തി ഇതിനകത്ത് ഇറങ്ങും. അതൊക്കെ പൗലോസ് പറയാ. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ദൂതിലേക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പൗലോസ് പറയാ, ഇനിയും ഞാൻ പറഞ്ഞു വെളിപ്പെടുത്തിയ ഈ ശക്തി, ഈ ശക്തി അതതിന്റെ മഹത്വത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം എഫേസ്യ സഭയെ
തിരിച്ചറിയുവാൻ വേണ്ടി പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി നിങ്ങളെയും ഉയർപ്പിക്കും. ഓ, എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞത് മനസ്സിലായി? യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി നിങ്ങളെയും ഉയർപ്പിക്കും. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ പൗലോസ് ആത്മാവിന്റെ നിറവിൽ പൗലോസ് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, ഞാനിത് പറയുന്നത് കടങ്കഥയല്ല, ഞാനിത് പറയുന്നത് ചെറുകഥയല്ല, നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാനുള്ള ഒരു കഥയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പുറകോട്ട് നോക്കുക. നസ്രയനാകുന്ന യേശുവിനെ മരിച്ചരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. പക്ഷെ മൂന്നാം നാൾ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് കണ്ടങ്ങളെ ഭേദിച്ച് മരണത്തെ ജയിച്ച് നിന്റെ വിഷമുണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തിയാണ് ഞാൻ ദൈവത്തിന്റെ. ഓ, സ്വോത്രം, 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 സ്വോത്രം. പൗലോസ് വെളിപ്പെടുത്തുക, ശക്തിയുടെ അളവറ്റ വലിപ്പം ഞാൻ പറയുന്ന ഒരു കഥയല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഇത് നടന്ന സംഭവം. എന്താണെന്നറിയാവോ? ഒന്നാമത്തെ കാരണം, മരിച്ചു, അടക്കം ചെയ്തു. പക്ഷെ മൂന്നാം നാൾ യേശുവിന്റെ നാമത്തിൽ പൂമാലും ശീലകളും അഴിഞ്ഞ് കിടന്നു. അടച്ചുവച്ച കല്ല്, റോമന്റെ മുദ്ര പതിപ്പിച്ച കല്ല്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളാം. പ്രസംഗം ഞാൻ ഏകദേശം അവസാനിപ്പിക്കാൻ പോവാ. ദൂതിന്റെ വിടുതൽ ഏറ്റെടുക്കണം. കല്ലിനെ ഉരുട്ടി ദൂതം കയറി പുറത്തിരുന്നു. എന്താ കാരണം? പുനരുത്ഥാനത്തിന്റെ ശക്തി, അളവറ്റ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അളവറ്റ ദൈവത്തിന്റെ ശക്തി, അളവറ്റ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ നിന്റെ അകത്തൊരു ജീവൻ വരും. ജീവനുള്ള ഒതുങ്ങിയിരിക്കത്തില്ല, ജീവനുള്ള ഒതുങ്ങിയിരിക്കത്തില്ല, ജീവനുള്ള ഒതുങ്ങിയിരിക്കത്തില്ല. ഇന്ന് മുതൽ നിനക്കെതിരാണ് ചില മുദ്രകൾ, നിനക്കെതിരെ ഉരുട്ടിവെച്ച കല്ലുകൾ ഈ ദൈവശക്തിയുടെ മുന്നിൽ ഉരുണ്ടുമാറുന്ന ഭക്തങ്ങൾ പരിശുദ്ധമാർഗം പൂർണ്ണമാക്കുകയാണ്. പ്രാപിക്കാൻ കഴിയുന്നവർ പ്രാപിക്കട്ടെ, 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 പ്രാപിക്കട്ടെ. കുടുംബത്തിനെതിരെ, ചില കുടുംബങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ ചില കണ്ണുകൾ അളവറ്റ ദൈവശക്തിയുടെ വലിപ്പത്താൽ ഇന്ന് മകൻ ഉരുണ്ടുമാറുന്ന ഭക്തരിൽ ചില മുദ്രകൾ പൊട്ടുന്നവരിൽ, ചില മുദ്രകൾ പൊട്ടുന്നവരിൽ ഇവിടിനും ആരാധിക്കുമ്പോൾ നിന്റെ ദേശത്ത്, നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിന്റെ അകത്ത് ചില വിടുതൽ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂതണപ്പെടുകയാണ്. ഭാവിക 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 ഭാവിക. ഓ, എന്റെ ശബ്ദ അർത്ഥമലകളുടെ തീരങ്ങൾ അതൊക്കെ വേദികെട്ടി അർത്ഥന ഉറങ്ങി തൂങ്ങിയിരിക്കരുത്, ഉറങ്ങി തൂങ്ങിയിരിക്കരുത്. വാ തുറന്ന് കരങ്ങൾ അടിച്ച് അന്യഭാഷ പ്രാപിച്ചത് അന്യഭാഷയാ എല്ലാവരും ഇത് പ്രാപിക്കേണ്ട നേരം, ഇത് പ്രാപിക്കുന്ന നേരം, ഇത് പ്രാപിക്കുന്ന നേരം. നിന്റെ ശരീരത്തെ വിലപ്പെടുത്തുന്ന ദൈവശക്തി, നിന്റെ എനർജി തരുന്ന ദൈവശക്തി, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവശക്തിയാ. അതിന് അതിന് ശക്തി
ആത്മാവിന്റെ പകർച്ച ഇറങ്ങട്ടെ, ആത്മാവിന്റെ പകർച്ച ഇറങ്ങട്ടെ. ആർക്കും തോൽപ്പിക്കാനാകാത്ത ദൈവശക്തി, ഒന്നിനും തോൽപ്പിക്കുവാൻ കഴിയാത്ത ദൈവശക്തി നീളങ്ങളെ മാറ്റുന്ന ദൈവശക്തി, ശരീരത്തിന്റെ ബലഹീനതയെ മാറ്റുന്ന, യെസ്, ശരീരത്തോട് പോരാടുന്ന, ശരീരത്തെ ബലഹീനമാക്കുന്ന ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആരാധിക്കുവാൻ കഴിയാതെ നിന്റെ ശരീരത്തോട് പോരാടുന്ന പൈശാചിക പോരാട്ടത്തെ അതിജീവിക്കുന്ന അളവറ്റ ദൈവശക്തി ഇന്നും പൈശാചിക മണ്ഡലത്തിനെ നോക്കി ആത്മ വിളിച്ചു സകലത്തിനെയും ശക്തിയെ ക്ഷയിക്കുന്ന ദൈവശക്തി. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ബൈബിളെല്ലാം അടച്ചു, ബൈബിളെല്ലാം അടച്ചു, കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരി. ദൈവം തന്ന ദൂതുകൾ ഞാൻ പറഞ്ഞു വിടുകയാണ്. ആത്മാവി പ്രാർത്ഥിച്ചോണ്ടിരി. അടകമനകട നിങ്ങളോട് അളവറ്റ ദൈവശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം, അതിന്റെ പുറകിൽ ജീവിക്കുന്ന ഒരു ചരിത്രം മറഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? നസ്രയനാകുന്ന യേശു ക്രിസ്തുവിനെ അവർ കല്ലടി ഉപദ്രവിച്ചു, അവർ കൊന്നുകളഞ്ഞു, അവനെ അടക്കം ചെയ്തു. എന്നാൽ മൂന്നാം നാൾ അവനെ ഉയർപ്പിച്ച ശക്തിയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഇന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോട് ഇടപെടുക. ചില മരണ പോരുകളിൽ അഴിഞ്ഞു മാറുക. ദൈവം അത് വെളിപ്പെടുത്തുന്നു. ദൈവം തന്നെ വ്യക്തിയെ വെളിപ്പെടുത്തുന്നുണ്ട്, കുടുംബത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തലയിൽ കൈവക്കുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കൊണ്ടിരുന്നു. മരണം കൊണ്ട് വിധി എഴുതി, എന്നാൽ മരണത്തെ ജയിച്ചെഴുന്നേറ്റവർ ഇന്നുവകൾ ഇടപെടുക. ചില മരണപ്പോരിന്റെ ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മജനത്തിന്റെ മുമ്പിൽ, അഭിഷേകത്തിന്റെ മുമ്പിൽ, ആത്മപരീക്ഷയുടെ മുമ്പിൽ ആ വ്യക്തിയെ, ആ കുടിപ്പിനെ, ആ അഴിച്ചു കളയുന്നു. പ്രാപിക്കട്ടെ. വാഹനാപകടത്തിന്റെ പോര് വാഹനത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം അതിനെ അടിക്കുന്നു, ദൈവം അതിനെ അടിക്കുന്നു. ശരീരത്തോട് പോരാടുന്ന മരണതുല്യമായ ചില വെല്ലുവിളികൾ, ഭയപ്പെടുത്തുന്ന മരണതുല്യമായ വെല്ലുവിളികൾ
മരണത്തിന്റെ ഭയങ്ങൾ, മരണത്തിന്റെ ശക്തികൾ, മരണത്തിന്റെ ഭൂമികൾ ആത്മാവിനോട് ഇടപെടുക. നിങ്ങൾ അങ്ങനെ ഓർത്ത് ഭയപ്പെടരുത്. നിങ്ങളെ വെല്ലുവിളിയോട് പേടിക്കരുത്. കാരണം മരിച്ച ദൈവമേറ്റ മരണത്തിന്റെ യേശുവിനെ ഉയർപ്പിച്ച അതേ നിങ്ങളിലെ ഭക്തികളൂ. അത് പ്രാപിച്ചവർ അറിയിക്കരുത്. അത് പ്രാപിച്ചവർ ഒതുങ്ങിയിരിക്കരുത്. നിങ്ങളുടെ ദൈവത്തിനെ അഴിച്ചുകൊണ്ടിരിക്കുക. അഴിയാത്ത കുറിപ്പുകളെ അഴിക്കാൻ കരുത്തുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി അഴിഞ്ഞു മാറട്ടെ. ആത്മാവിൽ അഴിഞ്ഞു മാറട്ടെ. ആത്മാവിൽ അഴിഞ്ഞു മാറട്ടെ. ആത്മാവിൽ അഴിഞ്ഞു മാറട്ടെ. ആത്മാവിൽ അഴിഞ്ഞു മാറട്ടെ. ഓ സന്തുല. ഒരു കാര്യം കൂടെ പറയുക. ഒരു കാര്യം കൂടെ പൗലോസ് പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന്, കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കേട്ടാൽ മതി. മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരണത്തെ ജയിച്ച് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി. പൗലോസ് പറയുന്ന രണ്ടാമത്തെ, അവരെ ബോധ്യപ്പെടുത്താൻ പൗലോസ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, കല്ലറയുടെ അകത്ത് നിന്ന്, സ്വത്രം കല്ലറയുടെ അകത്ത് നിന്ന് ശബനഘടക, പാതാളത്തിന്റെ പല വിധത്തിൽ പാതാളത്തെ പഠിക്കുമ്പോൾ അതിലൊന്നാണ് ഒരു ശവത്തെ അടക്കുന്ന ഇടം. പാതാളത്തിന്റെ ഒരു ഭാഗമാണ് അടക്കുന്ന ഇടം. പഴയ നിയമം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ശ്രദ്ധിച്ച് കേൾക്കണേ. പാതാളത്തിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പാതാളം എന്ന് പറയാം. പക്ഷെ പൗലോസ് പറയാ, അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണിത്. രണ്ടാമത് തെളിയിക്കാൻ പൗലോസ് പറയാ, അടക്കിയ ഇടത്ത് നിന്ന്, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ പാതാളത്തിന്റെ ഒരു സ്ഥാനത്ത് നിന്ന്, ഹല്ലേലൂയ, പാതാളത്തിന്റെ സ്ഥാനത്ത് നിന്ന് സർവശക്തനാകുന്ന ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ സ്വർഗത്തോളം ഉയർത്തി. എത്ര പേർക്ക് പറഞ്ഞ വെളിപ്പാട് മനസ്സിലായി? അളവറ്റ ശക്തിയുടെ വലിപ്പത്തെ തെളിയിക്കാൻ രണ്ട് സത്യങ്ങൾ, രണ്ട് മർമ്മങ്ങൾ പൗലോസ് പറയും. ഒന്ന്, മരണത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച ശക്തി. രണ്ട്, പാതാളത്തിൽ നിന്ന് അവനെ സ്വർഗം വരെ ഉയർത്തിയ ശക്തി. ഇന്ന് മകൾ ദൈവം നീ കാണുമ്പോൾ ഇടത്തു നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തിനെയും ഉയർത്തുന്ന ശക്തിയാണ്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക. ഉയർത്തുന്ന ദൈവശക്തി, ഉയർത്തുന്ന ദൈവശക്തി. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ കാണുപോലെ ഇടങ്ങളിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാണ്. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച്, പാട്ടൊന്നും വേണ്ട, അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ചു. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ഭൂഡമാന ഹംദരാജ വേദികാല പ്രൗഢരൂപ. എല്ലാവരും അല്പനിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവനോട് ഇടപെടുന്ന ദൂതുകളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം, പ്രാപിച്ചോണം. യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചേ, എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉടകമനങ്ങളുടെ ഹതര ജഗന. ഒന്നാമത്തെ ദൂത് മറക്കരുത്, ഒന്നാമത്തെ ദൂത് മറക്കരുത്. നിന്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ, നിന്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ.
എന്റെ കുടുംബം ദൈവവിളിയിലുള്ളതാ. ഞാൻ ദൈവവിളിക്കകത്തുള്ളതാ. എന്റെ വിദ്യാഭ്യാസം ദൈവവിളിക്കകത്തുള്ളതാണ്. എന്റെ അനുഗ്രഹങ്ങളെല്ലാം ദൈവവിളിക്കകത്തുള്ളതാണ്. ശക്തമായിട്ട് പ്രാർത്ഥിച്ചേ. വിളിയുള്ളവൻ ദൈവത്തിന്റെ സ്വത്താണ്. വിളിയുള്ളവർ ദൈവത്തിന്റെ അവകാശമാണ്. വിളിയുള്ളവർ ദൈവത്തിന്റെ സമ്പത്താണ്. അവരുടെ മേല അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം പകരുന്നത്. എന്തിനാണെന്നറിയാമോ? വിളിയുള്ളതിനെ പരാജയപ്പെടുത്താൻ പിശാച് എഴുന്നേക്കും. വിളിയുള്ളതിനെ തകർത്തുകളയാൻ പിശാച് എഴുന്നേക്കും. വിളിയുള്ളതിനെ ഇല്ലാതാക്കാൻ പിശാച് എഴുന്നേക്കും. എന്നാൽ ഇന്ന് മകൻ ദൈവാത്മാവ് ഇടപെടുന്നു. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് ഇടപെടുന്നു. വിളിയുള്ള നീ ദൈവത്തിന്റെ സ്വത്താണെങ്കിൽ, വിളിയുള്ള നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന, വിളിയുള്ള നിനക്കെതിരെ പോരാടുന്ന, വിളിയുള്ള നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ഏതു മേഖലകളെയും ജയിക്കാൻ അവന്റെ ശക്തിയുടെ അളവറ്റ് വലിപ്പം ഇന്ന് പകർപ്പെടുന്നത്. ഇന്ന് പകൽ വെളിപ്പെടട്ടത്, വെളിപ്പെടുത്തത്, വെളിപ്പെടുത്തത്. ഇതിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇതിന്റെ ആത്മശക്തി വ്യാപരിക്കുകയാണ്. ഇതിന്റെ അഭിഷേകം വ്യാപരിക്കുകയാണ്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. സമർപ്പിക്കുന്നവരുടെ മേൽ അത് വീഴും. ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മേൽ അത് വീഴും. അത് മരണക്കെട്ടഴിക്കുന്നതാണ്. അത് നിന്റെ താഴ്ചയിൽ നിന്ന് നിന്നെ ഉയർത്തുന്നതാണ്. ഇന്ന് പകരം ദൈവശക്തി ഇറങ്ങുകയാണ്. വിളിയുള്ള വ്യക്തികൾക്കെതിരെ, വിളിയുള്ള കുടുംബത്തിനെതിരെ, വിളിയുള്ള തലമുറകൾക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന പൈശാചിക മണ്ഡലം, അതിനെ ജയിക്കാൻ നിന്റെ കരുത്ത് പോരാ. അതിനെ ജയിക്കാൻ നിന്റെ കഴിവ് പോരാ. അതിനെ ജയിക്കാൻ ദൈവശക്തി ഏറ്റെടുക്കണം. പകർച്ചപ്പെടട്ടെ, പകർച്ചപ്പെടട്ടെ, പകർച്ച. നടകട പകർച്ച, നടകട പകർച്ച, നടകട പകർച്ച, നടകട പകർച്ച. ആത്മാവിന്റെ പകർച്ച നടക്കട്ടെ, ആത്മാവിന്റെ പകർച്ച നടക്കട്ടെ, ആത്മാവിന്റെ പകർച്ച. ദൈവശക്തി ഇറങ്ങുന്നു, ദൈവശക്തി ഇറങ്ങുന്നു, ദൈവശക്തി ഇറങ്ങുന്നു, ദൈവശക്തി ഇറങ്ങുന്നു. പകർച്ച നടക്കട്ടെ കർത്താവേ. ആത്മാവിന്റെ പകർച്ച നടക്കട്ടെ, ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. ആത്മാവിന്റെ പകർച്ച നടക്കട്ടെ, ആത്മാവിന്റെ പകർച്ച നടക്കട്ടെ, ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച, ആത്മാവിന്റെ പകർച്ച. വസ്ത്രത്തിന് തൂങ്ങി പിടിക്കുന്ന പോലെ, വസ്ത്രത്തിന് തൂങ്ങി പിടിക്കുന്ന പോലെ ചില മാരക ശക്തിയുടെ പോലെ, ചില മാരക ശക്തിയുടെ പോലെ അഴിയുന്നു, 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 അഴിയുക, അഴിയുക, അഴിയുക. മരണശക്തിയുടെ പോലെ, മരണശക്തിയുടെ പോലെ, മരണശക്തിയുടെ ബന്ധനം നഷ്ടമാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയുന്നത്, അഴിയുന്നത്, അഴിഞ്ഞു മാറുന്നത്, അഴിഞ്ഞു മാറുന്നത്, അഴിഞ്ഞു മാറുന്നത്. മരണശക്തിയുടെ പോലെ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ.
ആ മരണം. ഓ റാഖാലാസി. അച്ഛാ ദൈവം അവരെ മരണശക്തിയുടെ പോലെ അഴിയുന്നു അഴിയുന്നു അഴിയുന്നു. ഇന്ന് പകൽ നീ അഴിക്കുക. നിന്റെ പേരും നിന്റെ കുടുംബത്തിന്റെ പേരും വിളിയുണ്ട്. ആ വിളിയുണ്ട്. നിങ്ങളുടെ ഒരു പ്രത്യേക വൈരാഗ്യം ദൈവത്തോട് പറയുക. ഒരു അഭിഷേകം മരണപ്പോരഴിയട്ടെ മരണപ്പോരഴിയട്ടെ. കുടുംബത്തിന്റെ അകത്ത് നിൽക്കുന്ന മരണപ്പോര് മരണപ്പോര് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി മരണപ്പോരിനെ അടിക്കുന്നു. മരണപ്പോരിനെ അഴിഞ്ഞ് 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 മാറത് മാറത്. മരണപ്പോൾ അഴിയട്ടെ മരണപ്പോൾ ആ പ്രാപിക്കത് മരണശക്തി. ആ മരണപ്പോൾ അഴിയട്ടെ. കുടുംബത്തിന്റെ അകത്ത് ഒരു കാണാതെ മാറത്തില്ലെന്ന് പറഞ്ഞ് വെല്ലും പിടിച്ചു നിൽക്കുന്ന മരണപ്പോരിന്റെ ശക്തി ഇന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അതിനെ അറിയിക്കുന്ന ഏറ്റെടുത്തോ ഏറ്റെടുത്തോ. ഇവരെ സ്വീകരിക്കുക സ്വീകരിക്കുക. ആ ഇത് ചെയ്യുന്നത് ദൈവമാണ് ദൈവമാണ്. ഇത് ചെയ്യുന്നത് ദൈവമാണ്. ഇത് ചെയ്യുന്നത് ദൈവമാണ്. ഇവർ ആരംഭിക്കുന്നത് അവിടെ ഒരു മരണത്തിന്റെ ഒരു മരണശക്തിയുടെ പോലെ ദൈവം അഴിക്കുന്നു. ഞാൻ കാണുകയാണ് കാണുന്നു 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 കാണുന്നു. അഴിയുന്നു അഴിയുന്നു അഴിയുന്നു. കുടുംബത്തിനല്ല പ്രിയ കുടുംബം ശക്തമായി പ്രാർത്ഥിച്ചേ. ശക്തമായി പ്രാർത്ഥിച്ചേ ശക്തമായി പ്രാർത്ഥിച്ചേ. സാക്ഷിയുള്ള പ്രിയപ്പെട്ടവരെ ഇവരുള്ളവരെ എല്ലാവരും രക്തക്കോട്ടയ്ക്കുള്ളിൽ വളർത്തുന്നു. രക്തക്കോട്ടയ്ക്കുള്ളിൽ വളർത്തുന്നു. ഇതിന്റെ ഭരണി പ്രിയപ്പെട്ടവർ വിജയിക്കാത്തല്ല ദൈവാത്മാവിന്റെ ശക്തി ഒരു മരണത്തെ അടിച്ചു കൊടുക്കും. കുടുംബത്തിൽ അടിച്ചു കളയുന്നു അടിച്ചു കളയുന്നു. അടിച്ചു കൊടുത്തു. ഇതാ കുരി കാട്ടി അടിക്കുക. കുടുംബത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ അളവറ്റ ദൈവശക്തിയുടെ എന്നോട് ദൈവം പറയുക, ചില അനർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. ചില അനർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ ചില അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ പുറത്തു വരൂ.
ഭാവികൾ. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഇത് നിങ്ങളുടെ ദിവസമാണ്. പരിശുദ്ധാത്മാവ് ചെയ്തോ, ഏറ്റവും ആരാധിക്കുക. ദൈവാത്മാവ് ചെയ്തോടോ, ഏറ്റവും ആരാധിക്കുക. ദൈവാത്മാവ് ചെയ്യുന്നു, ദൈവാത്മാവ് ചെയ്യുന്നു, ദൈവാത്മാവ് ചെയ്യുന്നത്, ദൈവാത്മാവ് ചെയ്യുന്നു, ദൈവാത്മാവ് ചെയ്യുന്നു. ഭാവികളെ മാരയുടെ ശക്തികൾ അഴിയട്ടെ, മാരയുടെ പോരികൾ അഴിയട്ടെ, മാരയുടെ പോരിന്റെ ബലം അഴിയട്ടെ. പരിശുദ്ധാത്മ പറയുന്നു, അതിൽ നിന്റെയും നിന്റെ കുടുംബത്തെയും അളവറ്റ ദൈവശക്തി സംഭവിച്ചാലും ഒരു ദൈവ പ്രവൃത്തി ഇന്ന് ജീവിതങ്ങളിൽ പരിശുദ്ധ ചെയ്യുന്നു. വിടുതൽ കൈമാറുക, വിടുതൽ കൈമാറുക. ഭാവികള് അളവറ്റ ദൈവശക്തി ആണലിനെ കുറഞ്ഞെങ്കിൽ, അളവറ്റ ദൈവശക്തി സൈന്യത്തെ അടിച്ചെങ്കിൽ, അളവറ്റ ദൈവശക്തി ഇന്ന് മഴയിൽ ഇരുമ്പുവാതി തുറന്നെങ്കിൽ പ്രാപിക്കുക. സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ദൈവശക്തി വ്യാപരിക്കട്ടെ. അളവറ്റ 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 ദൈവശക്തി വ്യാപരിക്കട്ടെ. യെസ്, അളവറ്റ ദൈവശക്തി എന്ന് പറയുന്നത്, അളവറ്റ ദൈവശക്തി